ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുട്ടികളെ, നിങ്ങളും 2024-25 BSF HCM ആൻഡ് ASCയുടെ ഫിസിക്കൽ പാസ്സായതിനു ശേഷം റിട്ടേൺ എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണോ? എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന മെഡിക്കൽ ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നിങ്ങളുടെ മെഡിക്കൽ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, ഏതൊക്കെ ബോഡി പാർട്ടാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ പോയിന്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഫിസിക്കൽ പാസ്സായതിനു ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാം ആണ്. അതിനുശേഷം പിന്നെ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് കാണും. അതിനുശേഷമാണ് ഫൈനലി മെഡിക്കൽ ടെസ്റ്റ് വരാൻ പോകുന്നത്. ഈ ഒരു മെഡിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഒരു പ്രോബ്ലം അറിയാൻ പറ്റിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് നോഗ്നോ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാരിങ് ആംഗിൾ എന്നൊരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്കതിൻ്റെ പ്രോബ്ലം പ്രോപ്പറായിട്ട് മനസ്സിലായാൽ, അതായത് ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, നിങ്ങൾക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. എന്നാണോ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോപ്പർ സർജനെ കണ്ട് അതിൻ്റെ സർജറിയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. എങ്ങനെയാണ് നിങ്ങളുടെ മെഡിക്കൽ നടക്കാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ BSF HCM ആൻഡ് ASCയുടെ ഫുൾ അപ്ഡേറ്റഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കുള്ള എല്ലാ ഡൗട്ടുകളും കവർ ചെയ്തിട്ടാണ് ആ ഓരോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ എക്സാം എന്തായാലും ജൂലൈ എൻഡ് അല്ലെങ്കിൽ ആഗസ്റ്റോടെ കാണുന്നതായിരിക്കും. നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ BSF HCM ആൻഡ് ASCയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ടോട്ടൽ കോഴ്സ് ഫീസ് 4,000 rupees ആണ്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഫെസിലിറ്റീസ് ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ അവയർനെസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ കിട്ടിയ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നല്ലൊരു ജോബ് പ്രൊഫൈലാണ് BSF HCM ആൻഡ് ASC എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ക്ലറിക്കൽ പോസ്റ്റാണ് ലഭിക്കാൻ പോകുന്നത്. നല്ല ഹൈ സാലറിയും ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക. ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ ക്ലാസ്സുകളാണ്. ഒരു ടോപ്പിക്കുകളിൽ നമ്മൾ മിസ് ചെയ്യത്തില്ല. എല്ലാ സബ്ജക്റ്റും വളരെ ക്ലിയർ ആയിട്ടാണ് കവർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും DPPയും ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ഉടനെ തന്നെ നിങ്ങൾ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. കുട്ടികൾ, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഇതോടൊപ്പം ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്നതാണ് നമ്മുടെ അക്കാഡമിയുടെ ഒഫീഷ്യൽ കോൺടാക്ട് നമ്പർ. കുട്ടികളെ, നിങ്ങളുടെ മെഡിക്കൽ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽഡ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് DME എന്നാണ് പറയുന്നത്. DME എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ ബോഡിയിൽ കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. മനസ്സിലായി? നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്യാം. എന്നാൽ ചില ബോഡി പാർട്ടുകൾ നിങ്ങൾ അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ തന്നെ നിങ്ങൾ കൊണ്ടുപോയി കാണിക്കണം. ആ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങളുടെ മെഡിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫൈനൽ പ്രോസസ്സാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോസസ്സാണ്. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഇന്ത്യയിലെ ഏത് ഡിഫൻസ് ഫോഴ്സിൻ്റെ കാര്യം എടുത്താലും മെഡിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നിങ്ങളുടെ മെഡിക്കൽ നടക്കാൻ പോകുന്നത് സ്പെഷ്യലി 3 സെൻറ്ററിലായിരിക്കും. നമ്മുടെ കേരളത്തിലെ പാരാമിലിറ്ററി സെൻ്ററാണ്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ITBPയുടെ നൂറിനാടുള്ള സെൻ്ററുണ്ട്. അതുപോലെ BSFൻ്റെ ട്രിവാൻഡ്രത്ത് വള്ളക്കടവിലെ സെൻ്ററുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പള്ളിപ്പുറത്തിലെ CRPFിലെ സെൻറ്റർ. ഈ 3 സെൻറ്ററിൽ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങളുടെ മെഡിക്കൽ പ്രോസസ്സ് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിന് ശേഷം, അതായത് സ്കിൽ ടെസ്റ്റ് പാസ്സായതിനു ശേഷം നിങ്ങൾക്കൊരു ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഏത് സെൻറ്ററിലാണോ നിങ്ങളുടെ പ്രോപ്പർ അപ്ഡേറ്റ്, ആ സെൻറ്ററിൽ കറക്റ്റായിട്ട് എത്താനായിട്ടൊരു ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡേറ്റ് ലഭിച്ചതിന് ശേഷം അതാ ദിവസങ്ങളിൽ നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്യുന്ന ദിവസം ഫസ്റ്റ് നിങ്ങളുടെ ചെക്കിങ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റുമായിരിക്കും അവിടെ ഇനിഷ്യലി ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് കുട്ടികളെ? നിങ്ങളുടെ ഹൈറ്റ് ചെക്ക് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ
വെയിറ്റും ചെക്ക് ചെയ്യും. ഇത് ചെക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോപ്പർ റേഷ്യോ ഉണ്ട്. അതായത് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് പ്രോപ്പർ വെയിറ്റ് വേണം എന്നൊരു റേഷ്യോ ഉണ്ട് എല്ലാ ഡിഫൻസ് ഫോഴ്സിലും. അതിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേരും ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരും സെയിം തന്നെയാണ്. അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങൾക്കതിൻ്റെ പ്രോപ്പർ PDF ലഭിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ഓവർ വെയിറ്റ് ആണോ അതോ അണ്ടർ വെയിറ്റ് ആണോ എന്ന്. നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും, ഓവർ വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ആയിരിക്കും ഇനിഷ്യലി അവിടെ ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഏത് സെൻറ്ററിലാണോ നിങ്ങളുടെ മെഡിക്കൽ നടക്കുന്നത് ആ സെൻറ്ററിനടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. ഒരു ബസ്സിൽ അല്ലെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വെഹിക്കിളിലായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആ താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം നിങ്ങളുടെ ഇനിഷ്യൽ ചെക്കിംഗ് നടക്കാൻ പോകുന്നത് യൂറിൻ, ബ്ലഡ്, അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ എക്സ്റേയും എടുക്കും. എക്സ്റേ നിങ്ങളുടെ ഈ ലെവൽ മുതൽ, അതായത് ഈ ഒരു നെക്കിൻ്റെ പൊസിഷൻ മുതൽ ഹിപ്പ് വരെയുള്ള പൊസിഷൻ ഉണ്ടല്ലോ, ഇവിടം വരെയുള്ള ബോഡി പാർട്ടിൻ്റെയാണ് എക്സ്റേ അവരെടുക്കുന്നത്. എക്സ്റേ എടുക്കുമ്പോൾ മെയിനായിട്ട് അവർ ചെക്ക് ചെയ്യുന്നത് സ്പൈൻ എന്തെങ്കിലും ബെൻഡ് ഉണ്ടോ എന്ന് അവർ വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ നിയറസ്റ്റുള്ള ഏതെങ്കിലും എക്സ്റേ സെൻറ്ററിൽ ചെന്നിട്ട് നിങ്ങൾക്കും ഇതേ രീതിയിൽ എക്സ്റേ എടുത്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നിങ്ങളുടെ ബോഡിയിൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും പോയിൻ്റാണ് ഇനിഷ്യലി അവിടെ നടക്കുന്നത്. അതിനുശേഷം, അതായത് ഈ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ മെഡിക്കൽ ക്യാമ്പിൽ വരുന്നതായിരിക്കും. അതായത് എവിടെയാണ് മെഡിക്കൽ നടക്കുന്നത് ആ ഒരു ക്യാമ്പിൽ തിരിച്ച് നിങ്ങളെ കൊണ്ടുവരുന്നതായിരിക്കും. ഈവനിങ്ങോടായിരിക്കും ഇതിൻ്റെ റിസൾട്ട് അവിടെ ലഭിക്കുന്നത്. അങ്ങനെ തിരിച്ച് നിങ്ങൾ ക്യാമ്പിൽ എത്തിയതിന് ശേഷം നെക്സ്റ്റ് നിങ്ങളുടെ ചെക്കിംഗ് നടക്കുന്നത്, അതായത് ഈ ഒരു ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ അവിടെ നടക്കണമെന്നില്ല. മനസ്സിലായി? ഇനിഷ്യലി ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങളുടെ ചെക്കിങ്ങിനകത്ത് ചില വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഐ ആയിരിക്കും ചെക്ക് ചെയ്യുന്ന ആദ്യം, ചിലപ്പോൾ നോഗ്നി ആയിരിക്കും, ചിലപ്പോൾ വെരിക്കോസ് വെയിൻ ആയിരിക്കും, ചിലപ്പോൾ പ്രൈവറ്റ് പാർട്ട് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു കാൻഡിഡേറ്റിനെ അവിടെ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് അത് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ക്ലിയർ? ചിലപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റിൽ ഐക്ക് പകരം ആദ്യം പ്രൈവറ്റ് പാർട്ട് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് നിങ്ങളുടെ മെഡിക്കൽ ചെക്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഐ ആണ്. ഇനി ഐ ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും നമുക്ക് നോക്കാം. റീഡിങ് സെൻറ്റൻസസ് ഫ്രം സ്മാൾ സൈസ് ടു ബിഗ് വിത്ത് ദ ബുക്ക്. അതായത് ഈ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ ഇരിക്കുന്നതായിരിക്കും, ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ ഇരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഒരു ഐ ഫിംഗർ കൊണ്ട് ഇതേ രീതിയിൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഫ്രണ്ടിൽ ഒരു ബുക്ക് പാഡ് കാണും. ആ ഒരു ബുക്ക് പാഡിൽ ബിഗ് ലെറ്റേഴ്സും കാണും, സ്മാൾ ലെറ്റേഴ്സും കാണും. അത് നിങ്ങൾ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ ഇരുന്ന് അത് നിങ്ങൾ കറക്റ്റായിട്ട് വായിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആണ്. 6 മീറ്റർ ഡിസ്റ്റൻസിലാണ് നിങ്ങൾ ഇരുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളവിടെ നിൽക്കുകയായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ഓരോ ലെറ്റേഴ്സും നിങ്ങൾ കറക്റ്റായിട്ട് വായിക്കണം. നെക്സ്റ്റ് ആണ് കളർ ബ്ലൈൻഡ്നെസ്. ചെക്കിംഗ് വിത്ത് ബുക്ക്. നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു ബുക്ക് പാഡ് ലഭിക്കുന്നതായിരിക്കും. ഈ ബുക്കിനകത്ത് ഒത്തിരി നമ്പേഴ്സ് കാണും, പല പല കളർ മിക്സ് ആയിരിക്കും, അതിനകത്തായിരിക്കും നമ്പർ കാണുന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി പറയണം. ഇതേ രീതിയിലൊരു ബുക്ക് പാഡ് നിങ്ങളുടെ കയ്യിൽ തരും, എന്നിട്ട് നിങ്ങൾ അതിൽ നോക്കി നമ്പർ ഏതാണെന്ന് കറക്റ്റായിട്ട് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. സോ യുവർ തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഐ ഫോളോവിങ് ഫിംഗർ ടിപ്പ്. നോക്കൂ കുട്ടികളെ, ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. അവിടെയും ഡോക്ടർ കാണും, നിങ്ങൾ ഇതേ രീതിയിൽ ഫ്രണ്ടിലിരിക്കും. പിന്നെ ഫിംഗേഴ്സ് ഇതേ രീതിയിൽ വെച്ചുകൊണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായോ? എന്താണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഫിംഗേഴ്സ് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇതേ രീതിയിലും അവിടെ ടെസ്റ്റ് നടക്കുന്നതായിരിക്കും. നിങ്ങളും ഒരു ഐ ഡോക്ടറെ കണ്ടിട്ട് ഇതേ രീതിയിലുള്ള ടെസ്റ്റുകളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. നിങ്ങൾ ഇതിൽ ഫ്രണ്ടിൽ നിൽക്കും, ഫ്രണ്ടിൽ നിങ്ങൾ ഡോക്ടർ കാണും. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേന ഇതേ രീതിയിൽ വെച്ചിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അതേ രീതിയിൽ കൊണ്ടുപോകണം. ഈ ഒരു ടെസ്റ്റും അവിടെ കാണും. ക്ലിയർ ആയാലോ? യുവർ ലാസ്റ്റ് ടെസ്റ്റാണ് നിങ്ങളുടെ അവിടെ നടക്കാൻ പോകുന്നത്. ഐറിസ് ടെസ്റ്റ് യൂസിങ് ലൈറ്റ്. എന്താണ് കുട്ടികളെ? ഐറിസ് ടെസ്റ്റ് യൂസിങ് ലൈറ്റ്. ഈ ഒരു ടെസ്റ്റും അവിടെ കാണുന്നതാണ്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് ഐ ടെസ്റ്റിൽ അവിടെ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു ജോബിന് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ഉള്ള ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത്രയും ടെസ്റ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഇനി ഐയുടെ സൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6/6, 6/9 ഈ 2 കാറ്റഗറിയിലുള്ള കുട്ടികളും പാസ്സായിരിക്കും. 6/6 തന്നെ വേണമെന്നില്ല. റൈറ്റ് നിങ്ങളുടെ മസ്റ്റായിട്ടും 6/6 വേണം, ലെഫ്റ്റ് 6/9 ഉണ്ടായിരിക്കണം. എന്താണ് കുട്ടികളെ? 6/6 റൈറ്റ്, 6/9 ലെഫ്റ്റ് ഉണ്ടായിരിക്കണം. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തോണം. 6/6 അലൗഡാണ്. 6/9 ഉള്ള കുട്ടികളും പാസ്സാവുന്നതായിരിക്കും. 6/6 റൈറ്റ്, 6/9 ലെഫ്റ്റ്. കേരളസ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഡിക്കൽ പോയിൻ്റ് ആണ് നോഗ്നി. നോഗ്നി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഡിഫൻസ് ഫോഴ്സിലേക്കും ജോലി കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നോഗ്നി എന്ന് പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻ ഏതെങ്കിലും ഒരു കേഡറ്റ്സിനുണ്ടെങ്കിൽ ആ ഒരു കേഡറ്റ്സിന് ലോങ് ടൈമിലേക്ക് സ്റ്റാൻഡിങ് ഡ്യൂട്ടി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കൂടുതൽ ഹെവി വെയിറ്റ് എടുത്തുകൊണ്ട് മല കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും.
പിന്നെ ലോങ് വാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഡ്രില്ലൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, റണ്ണിങ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ ഒരു മെഡിക്കൽ കണ്ടീഷനുള്ള മിക്ക കുട്ടികൾക്കും ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടാത്തത്. അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് നോക്നിയോ ഉണ്ടോ ഇല്ലയെന്ന്. നിങ്ങൾക്കിവിടെ ഇമേജ് കാണാവുന്നതാണ്. ഇത് നോർമൽ പോയിൻ്റ് ആണ്. അതായത് നിങ്ങളുടെ മുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നോക്നിയോ പ്രോബ്ലം ഇല്ല. കൂട്ടിമുട്ടുന്നു എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നോഗ്നിയോ ഉണ്ടോ ഇല്ലയോ എന്ന്. കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ അവിടെ നോഗ്നിയോ ഉണ്ടെന്നാണ് അർത്ഥം. മനസ്സിലായി നിങ്ങൾക്ക്? എന്നാൽ ചില കുട്ടികൾക്ക് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ നീയുടെ ആ ഒരു പോർഷൻ തമ്മിൽ കൂട്ടിമുട്ടാൻ ഇടയുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ ബോഡിയിൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണോ അതോ നോർമൽ നോഗ്നി ആണോ എന്ന്. നോർമൽ നോഗ്നി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഗ് എക്സസൈസ് ഒക്കെ ചെയ്ത് ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രെയിനിങ് റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക, എക്സസൈസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ നോഗ്നി കവർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, നോക്കൂ കുട്ടികൾ, ഇവിടെ നിങ്ങൾക്ക് ഈ ഇമേജ് കാണാവുന്നതാണ്. ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും. ഇതാണ് നോർമൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതേ രീതിയിലായിരിക്കും നിങ്ങളുടെ നീയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോലെക്സ് എന്ന് പറയുന്നൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സർജറിയെ പറ്റത്തുള്ളൂ. സർജറി ചെയ്താലേ ബോലെക്സ് എന്ന് പറയുന്നൊരു പ്രോബ്ലം മാറത്തുള്ളൂ. നോർമൽ നോഗ്നി ആണെന്നുണ്ടെങ്കിൽ അത് നാച്ചുറലി തന്നെ നിങ്ങൾ എക്സസൈസ് റൂട്ടീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ പ്രോപ്പറായിട്ട് അത് ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നതായിരിക്കും. ക്ലിയർ ആയാലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. കെഡറ്റ്സ്, നെക്സ്റ്റ് പോയിന്റ് ആണ് ഹാൻഡ് ഷേക്കിംഗ്, ഫിംഗേഴ്സ് ചെക്കിംഗ്. കുട്ടികൾ ഇവിടെ നോഗ്നി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, നോഗ്നി എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹാൻഡ് ഷേക്കിംഗ്, ഫിംഗേഴ്സ് ചെക്കിംഗ്. അതായത് നിങ്ങളുടെ ഫിംഗേഴ്സിന് വിറയലുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതൊരു മെഡിക്കൽ പ്രോബ്ലം ആണ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിരിക്കണം. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ പ്രോബ്ലം തന്നെയാണ്. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ നിങ്ങളുടെ ഫിംഗേഴ്സ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പെഷ്യലി ഈ ഒരു ഫയറിംഗ് ഫിംഗർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബെൻഡ് ഉണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. ഫയറിംഗ് ഫിംഗേഴ്സ് ഇല്ല എങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അൺഫിറ്റ് ആവുന്നതായിരിക്കും. മിക്കവർക്കും 5 ഫിംഗേഴ്സ് ആണ്. 6 ഫിംഗേഴ്സ് ഉണ്ടെങ്കിലും മെഡിക്കൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും. 4 ഫിംഗേഴ്സ് ആണെങ്കിലും മെഡിക്കൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും. ക്ലിയർ? വിറയലുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രോപ്പർ ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. പിന്നെ ബെൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ബെൻഡിൻ്റെ പ്രോബ്ലം എന്താണെന്ന്. കൂടുതൽ ബെൻഡ് ഉണ്ടെങ്കിൽ മെഡിക്കൽ അൺഫിറ്റ് ആവുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഈ എല്ലാ പോയിന്റും നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ് ഫുൾ ബോഡി ചെക്കിംഗ് ഫോർ എനി മാർക്സ് ഓർ ഇഞ്ചറി സർജിക്കൽ മാർക്സ്. അതായത് കുട്ടികളെ, ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു വെഹിക്കിൾ കണക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചാൽ ഡെഫിനറ്റ്ലി അതിന് നോർമലി ആക്സിഡൻ്റ് ഒക്കെ വരും. ആക്സിഡൻറ്റ് പറ്റില്ല എന്താണ് നമ്മൾ ചെയ്യുന്നത്? അത് പ്രോപ്പറായിട്ട് റിപ്പയർ ചെയ്യും, ഡെൻറ്റിങ് ചെയ്യും, പെയിൻറ്റിങ് ചെയ്യും, ബാക്കി മെയിൻ്റനൻസ് എല്ലാം ചെയ്യും. അതേ രീതിയിൽ തന്നെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിയിലും പലയിടത്തും പല സമയങ്ങളിലും പല രീതിയിലും ഇഞ്ചുറിയും പല കാര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ ഏതെങ്കിലും രീതിയിലൊരു സർജറി നടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോഡിയിൽ എപ്പോഴെങ്കിലും സർജറി ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ബോഡിയിൽ ഏതെങ്കിലും മെറ്റൽ ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവിടെ എക്സ്റേ എടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഏതെങ്കിലും മെറ്റൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മെറ്റൽ നിങ്ങൾ റിമൂവ് ചെയ്യണം. ആ മെറ്റൽ വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. മെറ്റൽ റിമൂവ് ചെയ്തതിന് ശേഷം എറൗണ്ട്ലി നിങ്ങൾ ഏത് സർജറിയാണ് ചെയ്തത് അതനുസരിച്ചൊരു ഡ്യൂറേഷൻ ഉണ്ട്. ആ ഒരു ഡ്യൂറേഷൻ കവർ ചെയ്തിരിക്കണം. പിന്നെ നിങ്ങളുടെ ബോഡിയിൽ സ്റ്റിച്ചിങ് മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സ്റ്റിച്ചിങ് മാർക്ക് എത്ര ലോങ് ആണ് അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു സർജറിയും, അതായത് ആ ഒരു സ്റ്റിച്ചിങ് മാർക്കും പിന്നെ നിങ്ങളുടെ മെഡിക്കൽ ഡേറ്റും തമ്മിലൊരു ഡ്യൂറേഷൻ ഉണ്ട്. ആ ഡ്യൂറേഷൻ്റെ ഗ്യാപ്പ് തന്നെ വന്നിരിക്കണം. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ പ്രോബ്ലം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഏതെങ്കിലും സർജറി പോയിന്റ് ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ആ സർജറി ചെയ്തിരിക്കുന്ന സ്റ്റിച്ചിങ് മാർക്ക് എത്ര ലെങ്തി ആണെന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എത്ര ലെങ്തി ആണെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യണം. കൂടുതൽ ലെങ്ത് ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിക്കൽ പോയിന്റുമായിട്ട്, അതായത് എന്നാണ് നിങ്ങൾ മെഡിക്കൽ ഡേറ്റ്, അതിനനുസരിച്ച് കൂടുതൽ ഡ്യൂറേഷൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നാണ് ഞാൻ സർജറി ചെയ്തത്, ചില സർജറിയൊക്കെ ഇന്നാണ് ഞാൻ ചെയ്തത്, എൻ്റെ ബോഡിയിൽ ഇപ്പം 15 സ്റ്റിച്ച് മാർക്ക് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് എനിക്ക് ചിലപ്പം 11 മാസം 16 മാസത്തെ ഡ്യൂറേഷൻ വേണം എൻ്റെ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. അത്രയും മാസത്തെ റെസ്റ്റ് വേണം, എന്നാലേ എനിക്ക് മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോർമൽ സർജറിയൊക്കെ ഒക്കെ നോ പ്രോബ്ലം. ചില സർജറി കഴിഞ്ഞിട്ട് 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ നിങ്ങളുടെ ഏതെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, എത്ര സ്റ്റിച്ചിങ് പോയിന്റ് ഉണ്ട്,
പിന്നെ ബോഡിക്കുള്ളിൽ ഏതെങ്കിലും മെറ്റൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിരിക്കണം, എന്നിട്ട് നിങ്ങൾ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകാവുള്ളൂ. ക്ലിയർ ആയാലോ? പിന്നെ ജനറ്റിക്കലി അല്ലെങ്കിൽ 5, 10, 2, 3 വർഷമൊക്കെ പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, അതൊക്കെ ഓക്കെയാണ്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കുട്ടികളെ വെരിക്കോസ് വെയിൻ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ നീ ജോയിൻറ്റിൻ്റെ ബാക്കിലാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ സാധാരണ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടോ എന്ന് നിങ്ങൾ നോർമലി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുക, എന്നിട്ട് ആരുടെ ബാക്കിൽ പറഞ്ഞാൽ മതി. സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നോർമൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ചെറുതായിട്ട് നിങ്ങൾക്കിങ്ങനെ ഇതേപോലുള്ള വെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നോക്ക്, ഇവിടെ തന്നെ ഉണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് വെയിൻ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തിരിക്കണം, പ്രോപ്പർ ഡോക്ടറെ കണ്ടിട്ട്. ക്ലിയർ? വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ENT. ഒരു ENT ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഡോക്ടറിനെ തന്നെ കാണണം. ആരും യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോസ് കണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യരുത്. സ്വന്തമായിട്ട് നിങ്ങൾ ഡോക്ടറാണ് പരമാവധി ട്രൈ ചെയ്യരുത്. കറക്റ്റായിട്ട് നിങ്ങളൊരു ENT ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ക്ലിയർ ആയാലോ? ഇയർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ഇയറിലധികം അൺഫിറ്റ് വരാറില്ല. പക്ഷേ നോസിൽ കൂടുതലും അൺഫിറ്റ് ആവുന്നത് പാരാമിലിറ്ററിയുടെ കാര്യം പറയുമ്പോൾ BSF, HCM ആൻഡ് ASI ആണെങ്കിലും SSCGD ആണെങ്കിലും ഏറ്റവും കൂടുതലും കുട്ടികൾ അൺഫിറ്റ് ആവുന്ന നോസിലാണ്. നിങ്ങളുടെ മൂക്കിന് ബെൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യിക്കണം. ക്ലിയർ ആയാലോ? ചില കുട്ടികൾ എൻ്റെ അടുത്തും വരാറുണ്ട്, സാർ നോക്കൂ എൻ്റെ മൂക്കിന് ബെൻഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. ഇങ്ങനെ നോക്കിയാലൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഡോക്ടർ ഇരിക്കുന്നത്. മനസ്സിലായോ? ENT എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് വരുമ്പോൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ തന്നെ നിങ്ങൾ കാണിക്കണം. കാരണം അവിടെ മെഷീനറി യൂസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നത്. ഈ ഒരു മെഡിക്കലിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനും നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, ഒരു ഡോക്ടറെ അടുത്തല്ല, മിനിമം 2 അല്ലെങ്കിൽ 3 ഡോക്ടറെ അടുത്തെങ്കിലും പോയി നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. കാരണം അറിയാൻ പറ്റത്തില്ല. മിക്ക കുട്ടികളും ചെന്ന് കാണിക്കുന്നത് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരിക്കും. ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് കറക്റ്റായിട്ട് പറയും, ചിലർക്ക് ചിലപ്പോൾ അവർ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുക്കത്തില്ല. അങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെ അങ്ങ് ബ്ലെയിം ചെയ്തല്ല, പ്രോപ്പറായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കുട്ടികൾക്ക് പറ്റിയുള്ള മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 അല്ലെങ്കിൽ നമ്മൾ 3 ഹോസ്പിറ്റൽ ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും ഓക്കെ റിയൽ ആയിട്ട് പ്രോബ്ലം ആണെന്ന്. ബാക്കി നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണോ 2 ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണോ എന്ന് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ബോഡിയാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വേണം അവിടെ നിങ്ങൾ പോകേണ്ടത്. കാരണം മെഡിക്കൽ എന്ന് പറയുന്നത് ഏറ്റവും എൻഡിങ് പ്രോസസ്സാണ്. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഫിസിക്കലി ചെയ്തു, പിന്നെ റിട്ടേണിന് വേണ്ടി ഇരുന്ന് പഠിച്ചു, അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തു, ഫൈനലി നിങ്ങൾ ഈ പറയുന്ന മെഡിക്കൽ ഫെയിൽ ആയാൽ ഒന്ന് ഓർത്ത് നോക്കൂ എന്ത് വിഷമമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കത് വളരെയധികം ബെനിഫിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് ENT ഒക്കെ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് ആണ് ടീത്തിനകത്ത് ചെക്ക് ചെയ്യേണ്ട ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. 14 ഡെൻ്റൽ പോയിന്റ് ഉണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ടീത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ, അതായത് നിങ്ങളുടെ ഏതെങ്കിലും 1-2 പല്ല് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ടീത്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിംഗ് ചെയ്യാവുന്നതാണ്, റൂട്ട് കനാൽ ചെയ്യാവുന്നതാണ്, ഗ്യാപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ടീത്തിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്യാപ്പ് ഇട്ടാലും പ്രോപ്പറായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അല്ലാതെ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതോ കളർ അവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ക്ലിയർ? പല്ലിൻ്റെ കളറുള്ള പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ മെഡിക്കൽ ഡോക്ടർ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും പോയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വരാനായിട്ട്. ക്ലിയർ ആയല്ലോ കുട്ടികളെ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ഷോൾഡർ റൊട്ടേഷൻ. ഈ മൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഷോൾഡറിന് എന്തെങ്കിലും സ്റ്റെബിലിറ്റി കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈ ഷോൾഡർ റൊട്ടേഷൻ മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പ് ഡൗൺ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മൂവ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. നെക്സ്റ്റ് ആണ് ചെസ്റ്റ് നിപ്പിൾസ് ലെവൽ. അതായത് ചില കുട്ടികൾക്ക് ഇവിടെ 2 നിപ്പിൾസ് കാണാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ നിപ്പിൾസ് ഉണ്ടെങ്കിലും നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇമേജ് സെൻഡ് ചെയ്യണം. ചിലർക്ക് ചിലപ്പോൾ അത് നിപ്പിൾ ആയിരിക്കില്ല, മറ്റേതെങ്കിലും രീതിയിലുള്ള ബോഡി കണ്ടീഷൻ ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് അയക്കാവുന്നതാണ്. എന്നാൽ 2-ൽ കൂടുതൽ നിപ്പിൾ ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു പോയിന്റിൽ തന്നെ 2-ൽ കൂടുതൽ നിപ്പിൾ ഉണ്ടെങ്കിൽ അൺഫിറ്റ് ആവുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ആണ് പ്രൈവറ്റ് പാർട്ട് ചെക്കിംഗ്. പ്രൈവറ്റ് പാർട്ട് ചെക്കിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ കുട്ടികളെ ചെസ്റ്റ് ആൻഡ് ഷോൾഡർ ഇൻബാലൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. ചില കുട്ടികളുടെ ചെസ്റ്റ് റൈറ്റിൽ കുറവായിരിക്കും, ലെഫ്റ്റിൽ കൂടുതലായിരിക്കും. അതിനെ ചെസ്റ്റ് ഇൻബാലൻസ് എന്ന് പറയും, ഷോൾഡർ ഇൻബാലൻസ് എന്നും പറയും. അങ്ങനെ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ നോക്കണം. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് നിങ്ങളുടെ ജനറ്റിക്കിലുള്ള പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എക്സസൈസ് വേരിയേഷൻ ജിമ്മിൽ ഫോളോ ചെയ്തപ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വന്നതാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആയ കുട്ടികളെ? ഷുവർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പൈൽസ് ചെക്കിംഗ്. പൈൽസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും. ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ BP അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുന്നതായിരിക്കും. വേസ്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾ ഓവർ വെയിറ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷർമെൻറ്റും എടുക്കുന്നത്. ക്ലിയർ ആയാലും? ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്.
ഇതിനുശേഷം നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ മെഡിക്കൽ റിസൾട്ട്. നിങ്ങൾ ഫിറ്റ് ആണോ അതോ അൺഫിറ്റ് ആണോ നിങ്ങൾക്ക് അവിടെ നിന്ന് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഇത്രയുമാണ് പ്രോപ്പറായിട്ട് അവിടെ മെഡിക്കലിൽ നടക്കുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു. ഈ പൈൽസ് ചെക്കിങ്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ഫുട്ട്, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. പിന്നെ പ്രൈവറ്റ് പാർട്ട് ചെക്കിങ്, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. പിന്നെ ഈ ഇയർ, നോസ്, ടീത്ത്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. വെരിക്കോസ് വെയിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ കുട്ടികളെ. ഇത്രയുമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങളുടെ കയ്യിൽ റിസൾട്ട് കിട്ടിയതിന് ശേഷം ചില കുട്ടികൾ ഇവിടെ ഫിറ്റ് ആവും, എന്നാൽ ചില കുട്ടികൾ അൺഫിറ്റ് അല്ല ആവുന്നത്. അതിന് പകരം ഇവിടെ അവർക്ക് അവിടെ നിന്ന് റീമെഡിക്കൽ ലഭിക്കുന്നതായിരിക്കും, അതായത് റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ ലഭിക്കുന്നതായിരിക്കും. കുട്ടികൾക്കുള്ള ഡൗട്ട് ഇതാണ്, ഈവൻ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്, അതിനുശേഷം അവൻ്റെ നെക്സ്റ്റ് പ്രോസസ്സാണ് റീമെഡിക്കൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റീമെഡിക്കൽ എത്ര ദിവസത്തിനുള്ളിലായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. അല്ലേ, ചില കുട്ടികൾ പറയും ഇന്നിപ്പോൾ റീമെഡിക്കൽ കിട്ടി, അതിനുശേഷം പിന്നെ മെഡിക്കൽ നടക്കുന്നത് ചിലപ്പോൾ 1 മന്ത് കഴിഞ്ഞായിരിക്കും എന്നൊക്കെ. കുട്ടികളെ അങ്ങനെയല്ല, എന്നാണോ നിങ്ങൾക്ക് റീമെഡിക്കൽ ലഭിക്കുന്നത്, അതായത് ഇന്ന് നിങ്ങളുടെ മെഡിക്കൽ ആയിരുന്നു, വൈകുന്നേരം ആയപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി, നിങ്ങൾക്ക് റീമെഡിക്കൽ കിട്ടി. റീമെഡിക്കൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റീമെഡിക്കൽ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റന്നാൾ. മിനിമം 1 അല്ലെങ്കിൽ മാക്സിമം 2 ഡേയ്സ് ആണ് നിങ്ങൾക്ക് റീമെഡിക്കലിന് ലഭിക്കുന്നത്. മനസ്സിലായ? അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് റീമെഡിക്കൽ കിട്ടിയതിന് ശേഷം കിട്ടിയ ആ പ്രോബ്ലം ഉണ്ടല്ലോ, അതായത് ഏതെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് അറിയാൻ പറ്റി കാണും. ചിലപ്പോൾ നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ കാണും, അല്ലെങ്കിൽ നോക്നി കാണും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോബ്ലം കാണും, അല്ലെങ്കിൽ ഐവിഷൻ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ നോസിൽ ബെൻഡ് കാണും, എന്തെങ്കിലും പ്രോബ്ലം കാണും. ആ ഒരു പ്രോബ്ലം ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു 1 or 2 ഡേയ്സ് കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നേരത്തെ നിങ്ങൾ ചെക്ക് ചെയ്യണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ. റീമെഡിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 1 or 2 ഡേയ്സ് മാത്രമായിരിക്കും ആ ഒരു റീമെഡിക്കൽ ക്ലിയർ ചെയ്യാനായിട്ട് ലഭിക്കുന്നത്. ക്ലിയർ ആയ കുട്ടികളെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റും ഞാൻ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പോയിന്റാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽഡ് വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആന ഡിഫൻസ് അക്കാഡമിയിൽ മെഡിക്കൽ ക്യാമ്പ് ഉടനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അക്കാഡമിയിൽ വന്ന് മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാവുന്നതുമാണ്. കുട്ടികളെ, അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ ക്ലാസ്സുകളും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. മെഡിക്കൽ അവയർനെസ്സും ലഭിക്കും. ടൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മുടെ ഈ ഒരു ചാനൽ നോക്കിയാൽ തന്നെ BSF HCM ആൻഡ് AIC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്കും ലഭിക്കാൻ പോകുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.